വചനം തിരുവചനം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനത്തിൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. ഒരു മനുഷ്യന് ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം. വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വചനത്തിലുടനീളം ഉപയോഗിക്കുന്നൊരു വാക്കാണ് മനുഷ്യൻ്റെ ഹൃദയം. മനുഷ്യൻ്റെ ഹൃദയത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഹൃദയമാണ് ദൈവത്തിന് പ്രധാനപ്പെട്ടത്. ഹൃദയമാണ് ദൈവത്തിന് പ്രധാനപ്പെട്ടതെങ്കിൽ അതേ ഈ ഹൃദയത്തിന് മറ്റൊരു പേരുകൂടി വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും: മനുഷ്യൻ്റെ ആത്മാവ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ നമ്മൾ കാണണമെങ്കിൽ, അറിയണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നോക്കണം. ഹൃദയത്തെ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവം എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്, ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് യെശയ്യായുടെ പുസ്തകത്തിലെ 29-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യത്തിൽ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിൽ അവസാന ഭാഗത്ത് പറയുകയാണ്: ദൈവം മനുഷ്യ ഹൃദയങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക മനുഷ്യ ഹൃദയങ്ങളെയാണ്. ജെറമ്യാ 17:5 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ദൈവം മനുഷ്യരിൽ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കി ഹൃദയം ദൈവത്തിൽ നിന്നെടുത്ത് മാറ്റുന്നവൻ ശബ്ദൻ. മനുഷ്യനിൽ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കി ഹൃദയം ദൈവത്തിൽ നിന്നെടുത്ത് മാറ്റുന്നവൻ ശബ്ദൻ. ജെറമ്യാ 17:5 വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ഒരുവൻ്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. 139-ാം സങ്കീർത്തനത്തിൽ ഏറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നിടത്ത് വചനം നമ്മളെ ഇപ്രകാരം ഓർപ്പിക്കുന്നു: അകലെ വെച്ച് തന്നെ നിന്നെ ഞാൻ അറിയുന്നു, നീ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് നാവിലെത്തുന്നതിന് മുമ്പേ ഞാനതറിയുന്നു. ദൈവം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നതെന്ന് വചനത്തിലൂടെ പറയുകയാണ്. എബ്രായകൃത ലേഖനത്തിലെ 12-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തിൽ ചിലരുടെ ഹൃദയത്തിൽ വിദ്വേഷത്തിൻ്റെ വേര് പടർന്ന് പന്തലിച്ച് അവർ അശുദ്ധരായി തീർന്നിരിക്കുന്നു. ഹൃദയം അശുദ്ധമാകുന്ന പ്രക്രിയ തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം മനുഷ്യൻ്റെ ഹൃദയമാണ്, അവൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ഹൃദയഭാവമാണ് തമ്പുരാന് പ്രധാനപ്പെട്ടത്. 1 ശമൂവേൽ 16:7 നിങ്ങൾ മനുഷ്യർ ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു, ഞാനോ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഹൃദയഭാവത്തിലാണ് നോക്കുന്നത്. ദൈവം എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയഭാവത്തിലേക്കാണ് നോക്കുന്നത്. ഇത് പറയാനുള്ള കാരണം, അവിടെ പറയാനുള്ള കാരണം, ശമൂവേൽ പ്രവാചകനെ അയച്ച് ജസ്സയുടെ ഭവനത്തിൽ രാജാവിനെ വാഴിക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചപ്പോൾ അങ്ങനെ പ്രവാചകൻ അയക്കപ്പെട്ടു. ആ ഭവനത്തിൽ ചെന്നു. മൂത്ത മകൻ ഏലിയാവിനെ കണ്ടപ്പോൾ ഇവൻ യോഗ്യനാണെന്ന് തീരുമാനിക്കുന്ന അവസരത്തിലാണ് ദൈവനോട് പറഞ്ഞത്, ഞാനവനെ തിരസ്കരിച്ചതാണ്. നിങ്ങൾ മനുഷ്യർ ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു, ഞാനോ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഹൃദയഭാവത്തിലാണ് നോക്കുന്നത്. അപ്പം മനുഷ്യർ നോക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളിൽ, ദൈവം നോക്കുന്നൊരു മനുഷ്യൻ്റെ ഹൃദയഭാവത്തിൽ. അങ്ങനെ വരുമ്പോഴാണ്
മനുഷ്യരുടെ മുമ്പിൽ നല്ലവരെന്ന് പറയുന്ന പലരും ഹൃദയം നോക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നല്ലവരാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നല്ലവരാകണമെന്നില്ല. എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ നല്ലവരാകുന്നത് ബാഹ്യമായ പ്രവർത്തികൾ മൂലമാണ്. അതുകൊണ്ട് മനുഷ്യനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പ്രവർത്തികൾ മതി. ദൈവം എപ്പോഴും പ്രസാദിക്കുന്നത് ഒരു പ്രവൃത്തിക്ക് പിന്നിലുള്ള ഹൃദയഭാവമാണ്. അതാണ് ദൈവം എപ്പോഴും പരിഗണിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ നല്ലവരായിട്ട് തീരാൻ നമുക്ക് അഭിനയിക്കാം. മനുഷ്യർ കാണുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാം. എന്നാൽ ഒരുവൻ്റെ ഹൃദയം ദൈവമാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വളരെ മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുവൻ്റെ പ്രവർത്തികൾ അന്യൂനമെന്ന് തോന്നുമെങ്കിലും ദൈവം അവൻ്റെ ഹൃദയമാണ് പരിശോധിക്കുന്നത്. ദൈവം അവൻ്റെ ഹൃദയമാണ് നോക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഇനി ഈ ഹൃദയത്തിലെ പ്രാധാന്യം എന്താണ്? അതൊരു മനുഷ്യൻ്റെ ആത്മസ്ഥിതിയാണ്, ആത്മാവിൻ്റെ അവസ്ഥയാണ്. അത് ദൈവത്തിന് മാത്രമേ അത് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു മനുഷ്യന് മറ്റൊരു വ്യക്തിയുടെ ഹൃദയം പരിശോധിക്കാൻ കഴിവ് കൊടുത്തിട്ടില്ല. അതിന് യാതൊരു സാധ്യതകളും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഉള്ളിലാണ് അവൻ്റെ പാപം ഇരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21 22 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഇത് ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ പാപം ഇരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ്, അവളുടെ ഹൃദയത്തിലാണ്. ഈ ഹൃദയത്തിലിരിക്കുന്ന പാപം അത് പുറത്തേക്ക് പ്രവൃത്തിയായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എപ്പോഴും പുറത്തേക്ക് വരത്തില്ല. പ്രവൃത്തിയായിട്ട് അനുകൂലമായ സാഹചര്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലിരിക്കുന്ന പാപം പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് അനുകൂലമായ സാഹചര്യം വരാത്തിടത്തോളം കാലം ഒരു വ്യക്തി നല്ലതായിട്ട് മനുഷ്യർ കാണുമെങ്കിലും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പാപം കാണുന്നത് ദൈവമാണ്. ഒരുവൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പാപം അതേ ദൈവം കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാപം ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം എങ്ങനെ ദൈവത്തെ കാണാനായിട്ട് സാധിക്കും? ഈ പാപം എടുത്തു കളയുന്നതിനനുസരിച്ചാണ് ഹൃദയം വിശുദ്ധമാകുന്നത്, ഹൃദയം ശുദ്ധമാകുന്നത്. അതാണ് നമ്മൾ ചിന്തിച്ചത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എൻ്റെ ഉള്ളിലിരിക്കുന്ന പാപം എടുത്ത് കളയുന്നതിനനുസരിച്ചാണ് എൻ്റെ ഹൃദയം ശുദ്ധിയുള്ളതായിട്ട് തീരുന്നത്, വിശുദ്ധിയുള്ളതായിട്ട് തീരുന്നത്. ദൈവം വസിക്കാൻ ഇടയാകുന്ന, അതിന് പറ്റിയ, അതിനുള്ള യോഗ്യതയുള്ള ഹൃദയമായിട്ട് തീരുന്നത്. ദൈവത്തിന് വസിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഹൃദയത്തിൽ അതിനുള്ള യോഗ്യത വേണം, അതിനുള്ള വിശുദ്ധി വേണം. ആ വിശുദ്ധി നമ്മളിരിക്കുന്ന പാപം എടുത്തു കളയണം. അടിസ്ഥാനപരമായിട്ടുള്ള 13 കൂട്ടം തിന്മകളെപ്പറ്റിയാണ് വചനത്തിലിവിടെ പറയുന്നതെങ്കിൽ ഓരോ മനുഷ്യ വ്യക്തിയിലും ഏതാനും ചില അടിസ്ഥാന തിന്മകൾ ഉണ്ടായിരിക്കും. അത് അസൂയായിരിക്കാം, വെറുപ്പായിരിക്കാം, അതേ വ്യഭിചാരമായിരിക്കാം, ആസക്തി എന്തെങ്കിലുമായിരിക്കാം,
അതിനോടനുബന്ധിച്ചിട്ടായിരിക്കും മറ്റു പല തിന്മയുടെ അവസ്ഥകളും ഇരിക്കുന്നത്. അടിസ്ഥാന തിന്മകൾ എടുത്ത് കളയുന്നതിനനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തിന്മകളും ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പാപം പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കണം. ഇനി എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി ശക്തമാകുന്നതിനനുസരിച്ച് എൻ്റെ ഹൃദയത്തിലെ വിശുദ്ധി എൻ്റെ ശരീരത്തിലേക്കും എൻ്റെ ശരീരം വഴി എൻ്റെ അവയവങ്ങളിലേക്കും അത് പ്രവൃത്തികളിലേക്കും വ്യാപരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധരുടെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവരുടെ ഹൃദയത്തിലെ വിശുദ്ധി ശരീരത്തിലേക്ക് വ്യാപിച്ച് അവരുടെ അവയവങ്ങളിലൂടെ പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അതെല്ലാം വിശുദ്ധ കാര്യങ്ങളായിട്ട് മാറി. അതുകൊണ്ട് അവരെ തൊട്ടവരും അവരെ തൊട്ടതും അവർ തൊട്ടതും അവരെ തൊട്ടവരൊക്കെ വിശുദ്ധീകരിക്കപ്പെടുന്നവരായിട്ടും, അതേ നമുക്കറിയാം അവർ തൊട്ടതൊക്കെ തിരുശേഷിപ്പായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരിട്ട ചെരുപ്പ്, അവരുടെ ശരീരത്തിലെ ഓരോ രോമവും, അവരുടെ ശരീരത്തിലെ അസ്ഥികൾ, അവരുടെ ശവകുടീരം, അവർ കിടന്ന പായ, അവർ കിടന്ന കട്ടിൽ, അവർ കിടന്ന സ്ഥലം, ഇതൊക്കെ തിരുശേഷിപ്പിൻ്റെ അനുഭവമായിട്ട് തീരുന്നതിൻ്റെ കാരണം ഹൃദയത്തിലെ വിശുദ്ധി ശരീരത്തിലൂടെ വ്യാപരിച്ച് അവരുടെ ബാഹ്യ അവയവങ്ങളിലൂടെ പ്രവൃത്തികളായിട്ട് രൂപാന്തരപ്പെട്ടപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിലെ വിശുദ്ധി, ഇനി ഇതിന് മറുവശമുള്ളത്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അശുദ്ധിയിരിക്കുമ്പോൾ അത് പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിലും ആ അശുദ്ധി കൊണ്ട് ജീവിക്കുമ്പോൾ അവർ തൊടുന്നതൊക്കെ അശുദ്ധമാകും. അവരുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അശുദ്ധമായിക്കൊണ്ടിരിക്കും. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം അശുദ്ധി ഉണ്ടായിരിക്കും. അതൊരു ശപിക്കപ്പെട്ട അന്തരീക്ഷത്തിൻ്റെ ഒരു തലത്തിലേക്കത് തരം താഴ്ത്തപ്പെടും എന്നുള്ള കാര്യവും നമ്മൾ ഈ സമയത്ത് തിരിച്ചറിയുമ്പോൾ, ഒരു മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശുദ്ധീകരിക്കുവാൻ എത്രമാത്രം പരിശ്രമിക്കണമെന്നും അതെത്ര പ്രാധാന്യമുള്ളതാണെന്നും ദൈവം എത്ര വിലമതിക്കുമെന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിനുവേണ്ടി ഏറെ നമ്മൾ അധ്വാനിക്കും, ഏറെ നമ്മൾ പരിശ്രമിക്കും, ഏറെ നമ്മൾ ബുദ്ധിമുട്ടുകയും ചെയ്യും. ഇനി ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഈ പാപമിരിക്കുന്നത്, ഈ വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ ചിന്തകളിലാണ് ഈ അശുദ്ധിയും വിശുദ്ധിയും ഇരിക്കുന്നുള്ള കാര്യം. അശുദ്ധിയും വിശുദ്ധിയും ഇരിക്കുന്ന ചിന്തകളിലാണ് ഹൃദയത്തിൽ വിശുദ്ധിയും അശുദ്ധിയും ഇരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു വരുന്ന ചിന്തകൾ, എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചിന്തകൾ, പലവിധ ചിന്തകൾ കടന്നു വന്നു പോകും നമ്മൾക്ക് പലപ്പോഴും. അത് മനുഷ്യനാണെങ്കിൽ, മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു അടിസ്ഥാന സ്വഭാവമാണെങ്കിൽ, രീതിയാണെങ്കിൽ, അതേ ചിന്തകൾ പലതും കടന്നു വരും. ആ ചിന്തകളല്ല പ്രധാനപ്പെട്ടത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകൾക്ക് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടു നടക്കുന്ന ചിന്തകളാണ്, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്തയാണ്. അങ്ങനെ കുറേ ചിന്തകളുണ്ടായിരിക്കാം. തലയ്ക്ക് മീതെ പറന്നു പോകുന്ന പക്ഷികൾ നമുക്കാർക്കും ഉണ്ടാക്കത്തില്ല. എന്നാൽ കൂട്ടത്തിൽ നിന്നൊരു പക്ഷി വന്ന് എൻ്റെ തലയിൽ വന്ന് കൂട് കെട്ടുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ചിന്തകളിലാണ്, എൻ്റെ ചിന്തകൾ ഏത് രീതിയിലുള്ള ചിന്തകളാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ, കേസറിയ ഫിലിപ്പി വെച്ച് ശിമിയോനെ, എൻ മാംസരക്തങ്ങളെല്ലാം നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്നും എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്നും പറഞ്ഞ് അഭിനന്ദിച്ച ശിമയോൻ പത്രോസ് 31 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തനിക്ക് ജെറുസലേമിലേക്ക് പോകണമെന്നും
പീഡ അനുഭവിക്കണമെന്നും മരിക്കണമെന്നും പറഞ്ഞപ്പോൾ അവർക്കത് വെളിപ്പെടുത്തി, ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ, മുന്നക്കറിയുന്ന തടസ്സം പറയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കർത്താവ് അവനെ വിളിച്ചത് സാത്താനെ എന്നാണ്. നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവീകമല്ല. അവനെ സാത്താനെന്ന് വിളിക്കാനുള്ള കാരണം അവൻ്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. അപ്പം ചിന്തകളിലെ കാര്യങ്ങളാണ് തമ്പുരാൻ നോക്കുന്നത്. എൻ്റെ ചിന്ത മാനുഷികമായിട്ടിരിക്കുന്നിടത്തോളം കാലം അത് പാപത്തിൻ്റെ ഒരവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രീതികരമല്ലാത്തൊരവസ്ഥയാണ്. അത് വെറും മാനുഷികമാണ്. അത് പാപത്തിൻ്റെ മേഖലയുണ്ട്, അതിന് അശുദ്ധിയുണ്ട്. മനുഷ്യരൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും അത് വിശുദ്ധമായി നിൽക്കുന്നതല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹൃദയത്തിലെ ചിന്ത ലോകത്തിന് നല്ലതാണെങ്കിലും ദൈവത്തിന് സ്വീകാര്യമാകണമെന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യത്തിൽ, മനുഷ്യർക്കുൽകൃഷ്ടമായത് ദൈവത്തിന് നികൃഷ്ടമാണ്. മനുഷ്യർക്കുൽകൃഷ്ടമെന്ന് പറയുന്ന പല കാര്യങ്ങളും, ലോകത്തിന് ഉത്കൃഷ്ടമെന്ന് പറയുന്ന പല കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ നികൃഷ്ടമാണെന്ന് വചനം നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചിന്ത മാനുഷികമാണോ ദൈവീകമാണോ എന്ന് ഞാൻ എപ്പോഴും പരിശോധിച്ച് നോക്കണം. ഒരു മനുഷ്യ ഹൃദയത്തിലെ ചിന്തകൾ ലോകം എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അത് ദൈവീകമായിട്ട് വിശുദ്ധമായിട്ട് തീരുന്നത് എങ്ങനെയാണ്? അതിന് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവകൽപ്പനകളോട് യോജിച്ചു പോകുന്ന ചിന്തകളാണെങ്കിൽ, ദൈവവചനത്തോട് ചേർന്ന് പോകുന്ന ചിന്തകളാണെങ്കിൽ അത് വിശുദ്ധമാണ്, ദൈവീകമാണ്. അല്ലാത്തിടത്തോളം കാലം ലോകം എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തിനും ദൈവകൽപ്പനകൾക്കും വിരുദ്ധമായിരിക്കുന്നൊരവസ്ഥ അത് ദൈവത്തിന് സ്വീകാര്യമല്ല, ദൈവസന്നദ്ധിയിൽ സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് നിൻ്റെ ചിന്തകൾ അത് ഗുരുവിനെ സ്നേഹിക്കുന്ന, ലോകപ്രകാരം സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ, അതേ ശിഷ്യസമൂഹത്തിന് തലവനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യൻ സ്നേഹപൂർവ്വം ഗുരുവേ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അതേ മാനുഷികമായിട്ട് പറഞ്ഞപ്പോൾ ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ട ശിഷ്യൻ മാനുഷികമായിട്ട് പറഞ്ഞപ്പോഴാണ് നീ സാത്താനാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ലോകത്തിൽ തിന്മ എപ്പോഴും കടന്നു വരുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ നല്ലതായിട്ടാണ്, മാനുഷികമായി നോക്കുമ്പോൾ നല്ലതാണ്, ലോകത്തിലെ പലർക്കും നല്ലതായിട്ട് തോന്നുമെങ്കിലും ദൈവത്തിന് പ്രീതികരമായി തീരുന്നത് ദൈവവചനത്തിനും ദൈവകൽപ്പനകൾക്കും വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾക്കും അനുസരിച്ച് ചിന്തകൾ കൊണ്ടുപോകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചിന്ത ദൈവം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് പാപത്തിൻ്റെ മേഖല ഒരു മനുഷ്യ ഹൃദയത്തിൽ ഇരിക്കുന്ന ചിന്തകളിലാണ്. അതുകൊണ്ട് പാപത്തെ ഇങ്ങനെ നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കും. ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചിന്ത അത് പ്രവൃത്തിയായിട്ട് മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ചെയ്ത പ്രവൃത്തിക്ക് തുല്യമാണ് എന്നുള്ള സത്യം നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് നിൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചിന്തകളാണ്, നിൻ്റെ ഹൃദയഭാവമാണ് ദൈവത്തിന് പ്രധാനപ്പെട്ടതെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കാൻ, അവിടുത്തെ കുറവുകൾ മനസ്സിലാക്കാൻ, അവിടെ തിരുത്തലുകൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് പ്രീതികരമായ, ദൈവത്തിന് സ്വീകാര്യമായ ഒരു ഹൃദയം എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ അറിയുന്നതിനനുസരിച്ച്, മനസ്സിലാക്കുന്നതിനനുസരിച്ച് എൻ്റെ ഹൃദയത്തെ ഞാൻ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കണം. എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ചാണ് ഹൃദയശുദ്ധി ഉണ്ടാകുന്നത്. ആ ഹൃദയശുദ്ധിയിൽ, പാപമില്ലാത്ത ഹൃദയത്തിൽ ദൈവം വസിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്താവ് എപ്പോഴും നമ്മളെ നോക്കുന്നത് നമ്മുടെ ഉള്ളിലേക്കാണ്. മനുഷ്യരെ നോക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിലേക്കാണ്. മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ തന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ ഞാൻ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ? ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ജീവിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ ദാസനായിട്ട് തീരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി എൻ്റെ ജീവിതത്തിലൂടെ, ഞാൻ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അന്തരീക്ഷങ്ങളിലേക്ക്, എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടവരിലേക്ക്, എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തന മേഖലകളിലേക്ക് ഈ വിശുദ്ധി വ്യാപരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ മറുവശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഹൃദയത്തിൻ്റെ ആ ശുദ്ധി ഇതുപോലെ തന്നെ എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്കും, എൻ്റെ പ്രവർത്തന മേഖലകളിലേക്കും, എൻ്റെ ജീവിത വ്യാപാരങ്ങളിലേക്കും വ്യാപിക്കുന്നതാണെന്ന് ഉള്ള സത്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഹൃദയ വിശുദ്ധീകരണത്തിൽ എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ എത്രമാത്രം അധ്വാനിക്കണമെന്നുള്ള സത്യം കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മൾ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയത്തിലിരിക്കുന്ന പാപത്തിൻ്റെ മേഖലകളെപ്പറ്റി നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആരാണ്, ഞാൻ എന്താണെന്ന് പറയുന്നത്, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ്. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയുള്ളൊരു ജീവിതം എനിക്ക് കാഴ്ചവെക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി ദൈവത്തിന് മുമ്പിൽ ഉറപ്പാക്കാൻ പരിശ്രമിക്കാനേ ഉള്ളൂ, അധ്വാനിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ 2 ഗുണങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആത്മാർത്ഥതയും സത്യസന്ധതയും, ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തിന് മാത്രമേ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ ബാക്കിയൊക്കെ അവിടുന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അധ്വാനിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ തമ്പുരാൻ നോക്കിക്കൊള്ളും. അതുകൊണ്ട് ഫലങ്ങളിലല്ല, ഹൃദയഭാവത്തിലാണ് ദൈവം നോക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സത്യസന്ധതയിലും ആത്മാർത്ഥതയിലും ഓണസ്റ്റിയിലും സിൻസിയറിറ്റിയിലുമാണ് ദൈവം എപ്പോഴും നോക്കുന്നതും. അതിനെയാണ് വിലമതിക്കുന്നതെങ്കിൽ ബാക്കി ഉള്ളതൊക്കെ തമ്പുരാൻ ക്രമീകരിച്ചു കൊള്ളും. അതുകൊണ്ടാണ് ദൈവമക്കൾ ദൈവസന്നിധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. ദൈവകൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് നിയമാവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതേ മോശ ജനത്തോട് പറഞ്ഞു, ഞാനും നിങ്ങളോട് കൽപ്പിക്കുന്നവ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം, അവ ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ ഉള്ളിലുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്ന് പറയുന്നതും ഈ ഹൃദയത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവം വിലമതിക്കുന്ന, ദൈവം 1-ാം സ്ഥാനം കൊടുക്കുന്ന
ദൈവത്തിന് മാത്രം കാണാൻ സാധിക്കുന്ന ഈ ഹൃദയത്തെ പരിശോധിക്കാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കണം. ഹൃദയം നോക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ ഈ തമ്പുരാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിക്കണം. മറ്റൊരു വ്യക്തിയുടെ ഹൃദയം കാണാനായിട്ട് സാധിക്കത്തില്ല, മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടതുപോലെ, അറിയേണ്ടതുപോലെ അതേ മനസ്സിലാക്കാനും അറിയാനും സാധിക്കത്തില്ല. ഒരു വ്യക്തിയെ അറിയേണ്ട പോലെ അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നോക്കണം. അതൊരു മനുഷ്യ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുമില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ഞാൻ പരിശോധിച്ച് നോക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എൻ്റെ ഹൃദയത്തിലൂടെ എൻ്റെ കണ്ണടച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുകയും ചെയ്യും. ഇതിന് ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ